ഹായ് ഗൈസ്, നീറ്റ് ഫോട്ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സോളാർ കാറാണ്. സയൻസ് എക്സിബിഷനൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യം ഒരു കാർഡ്ബോർഡ് പീസാണ്. 8x14 സെൻറ്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് എടുക്കണം. I just wanna see your body, let me push your body, baby. I just wanna see you strip, beautiful face, pretty eyes, everything about you I'm loving, baby. Let me see your body. ആ കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമുക്ക് ആ മോട്ടർ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അത്ര ചെറിയൊരു ഗ്യാപ്പ് ഇടാനുണ്ട്. അപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു കട്ട് ഔട്ട് നമുക്കതിൽ നിന്ന് എടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു സ്ട്രോ എടുത്തിട്ട് നമുക്ക് ഒരു ടയർ കടത്തി വിടാൻ പാകത്തിന് അളവിൽ അത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഫ്രണ്ടിൽ വെക്കാനുള്ള ഒരു പീസ് കൂടി കട്ട് ചെയ്ത ശേഷം നമുക്കത് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സി ക്വിക്കാണ്. നിങ്ങൾക്ക് അതുപോലെ പവർഫുള്ളായിട്ട് ഏത് പശയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ ടയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു കാർഡ്ബോർഡ് പീസിൽ 4 സർക്കിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതേ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് തന്നെ നമുക്ക് ആ 2 പെയർ വെച്ച് നമുക്കത് ഒറ്റ ടയറായിട്ട് കൂട്ടി ഒട്ടിക്കണം. ഇനി അതുപോലെ തന്നെ 2 ടയറും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല, കാരണം അത് ഫ്രണ്ടിലൊക്കെയുള്ള ടയറാണ്. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റിക്ക് എടുക്കണം. ആ സ്റ്റിക്ക് എടുത്തിട്ട് ആ ടയർ വയ്ക്കാൻ പാകത്തിനുള്ള നീളം ആ സ്റ്റിക്കിൽ വച്ച് അത് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. അങ്ങനെ അത് 2 സൈഡിലേക്കുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് ആ ബാക്ക് സൈഡിലത്തെ ടയറൊക്കെ കൊണ്ട് കണക്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു ടയർ മാത്രം നമുക്ക് എടുത്തപ്പോൾ കണക്ട് ചെയ്യണം. ഇനി അത് മോട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാധനം എടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഇനി ആ ടയർ ആ ഫസ്റ്റത്തെ ഹോസിൻ്റെ ആ സൈഡുകൾ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ആ ഷാഫ്റ്റ് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കണക്ട് ചെയ്ത് വെക്കണം. അയ്യോ, നമുക്കൊരു പണി കിട്ടി. നമ്മുടെ ഒട്ടിച്ച് വച്ചേർന്ന അത് ചെറുതായിട്ടൊന്ന് ഇളകി പോകുന്നു. സാറില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കാനുണ്ട്. കുഴപ്പമില്ല, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ ടയറും കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് ഗ്ലൂ ചെയ്ത് വെക്കാം, അത് ഊരി പോരാണ്ടിരിക്കാൻ പാകത്തിന്. നമ്മൾ നേരത്തെ ഒരു കാര്യം മറന്നുപോയായിരുന്നു. ഒരു റബ്ബർ ബാൻഡ് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കണമായിരുന്നു. സാറിന് നമ്മളൊന്നും അയച്ചിട്ടുണ്ട്. അത് ആ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് ആ ടയർ സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ആ മിനിമോട്ടർ സെറ്റ് ചെയ്യാം. മിനിമോട്ടറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടു ഒരു ഷാഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ ആ ടയറിൻ്റെ ഇടയിൽ ഒരു ഷാഫ്റ്റ് വെച്ച് അതിനാണ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ഒപ്പം ആ ടയറും കറങ്ങാൻ വേണ്ടിയാണ് നേരത്തെ നമ്മൾ ചെയ്തത്.
അതിനു മുമ്പ് നമുക്ക് ആ മോട്ടർ നേരിട്ട് നമ്മുടെ സോളാർ പാനലിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ സോളാർ പാനൽ. ഇത് 80x40 മില്ലിമീറ്ററാണ്, അതായത് 8x4 സെൻറ്റിമീറ്റർ ഇതാണ് വരുന്നത്. അതിന് നമുക്ക് അതിൻ്റെ ബാക്കിൽ പോസിറ്റീവ് നെഗറ്റീവിലും 2 വയർ സോൾഡ് ചെയ്ത് വയ്ക്കാം, അത് നേരിട്ട് മോട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മോട്ടറിലേക്കും ആ വയറ് ഡയറക്റ്റായിട്ട് തന്നെ സോൾഡ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ആ സോളാർ പാനലിനേക്കാളും കുറച്ച് വലിയ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിലിങ്ങനെ ഒരു കട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വയർ കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കാം. അതിനുശേഷം അത് കറക്റ്റായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കാനുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആ മോട്ടർ നേരത്തെ ഉണ്ടാക്കി വെച്ച പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഒട്ടിക്കണം. ആ റബ്ബർ ബാൻഡ് കറക്റ്റായിട്ട് ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല, ആ ഒരു ലെവലിൽ വച്ചിട്ട് നമുക്ക് ആ മോട്ടർ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. അത് കറക്റ്റായിട്ട് ഒട്ടിച്ച് വെച്ച ശേഷം നമുക്ക് ആ റബ്ബർ ബാൻഡ് ആ മോട്ടറിൻ്റെ ആ ഷാഫ്റ്റിലേക്ക് അത് വെച്ച് ലോക്ക് ചെയ്തിടാം. കറക്റ്റ് ആ റബ്ബർ ബാൻഡിലേക്കുള്ള ഗ്യാപ്പ് അകത്ത് കട്ടായിട്ട് കിടക്കുന്നുണ്ട്, അവിടെ വെച്ച് നമുക്ക് കറക്റ്റ് ലെവലിൽ ലോക്ക് ചെയ്തിടാൻ പറ്റും. ഇനി നമുക്ക് ആ സോളാർ പാനൽ അകത്ത് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് ഞാനൊരു ഫോർമുല 1 കാറിൻ്റെ ഒക്കെ ഒരു മോഡലാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് കുറച്ച് സ്ലൈറ്റായിട്ടാണ് വച്ചിരിക്കുന്നത്. അത് വച്ചിട്ട് നമുക്ക് ഫേവിക്വിക്ക് വെച്ച് തന്നെ നമുക്ക് ആ ഫ്രണ്ടിലാണ് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ടയറും കൂടി അകത്തേക്ക് കയറ്റി വയ്ക്കാം. അതിനുവേണ്ടി ഒരു സൈഡിൽ ടയർ മാത്രം ഞാൻ നേരിട്ട് ഒട്ടിച്ചിട്ട് പിന്നെ അപ്പുറത്തെ സൈഡ് അതിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സോളാർ കാറിൻ്റെ വർക്ക് മൊത്തത്തിലാണ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. ഇത് വർക്കാവൂലേ ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സോളാർ കാർ ഓടുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി സ്ലോ ആണെന്നേ ഉള്ളൂ, അതാ പാനലിൻ്റെ പവർ ഇച്ചിരി കുറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഇതുവരെ നീറ്റ്ഫോടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെന്താ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.